ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോൾ അതിനെ നല്ല ബലം പ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണമല്ലോ. ആ മാറ്റലാണ് നടക്കുന്നത്. അക്രമമാണ് അത്. ബസ്സിന്റെ മുന്നിലേക്ക് ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള, ജീവൻ രക്ഷിക്കാനുള്ള മാർഗമാണ്. രക്ഷാപ്രവർത്തനം എന്ന വാക്ക് കേരളം സമീപകാലത്ത് രാഷ്ട്രീയ രംഗത്ത് കേട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനിലൂടെയാണ്. അത് മറ്റൊന്നുമല്ല, ഈ മുഖ്യമന്ത്രി മന്ത്രിമാരുമൊക്കെ നടത്തിയ നവകേരള സദസ്സിൻ്റെ ഭാഗമായുള്ള യാത്ര കണ്ണൂർ പഴയങ്ങാടി എരിപുരത്തെത്തിയപ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കരിങ്കൊടി കാണിക്കുന്നു. ആ പ്രവർത്തകരെ CPIM DYFI പ്രവർത്തകർ കൈകാര്യം ചെയ്യുന്നു. ആ കൈകാര്യം ചെയ്യുന്നത് തൻ്റെ വാഹനത്തിൻ്റെ മുൻപിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായുള്ള രക്ഷാപ്രവർത്തനമാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇരകളായിട്ടുള്ള 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇത്തവണ കണ്ണൂരിൽ കോൺഗ്രസ് സീറ്റ് നൽകിയിട്ടുണ്ട്. അവർ 3 പേരും ഇപ്പോൾ സ്ഥാനാർത്ഥികളാണ്. ആ 3 പേരും ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. അതിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് മഹിത മോഹനുണ്ട്. ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ മറ്റൊരു ജില്ലാ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സുധീഷ് വെള്ളച്ചാലുണ്ട്. മറ്റൊന്ന് രാഹുലാണ് ചെറുകുന്നിൽ നിന്നും. അപ്പോൾ ഈ 3 പേരുമാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇരകളായവർ. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ രക്ഷാപ്രവർത്തനം നിങ്ങൾ തെരഞ്ഞെടുപ്പിലൊരു രക്ഷാപ്രവർത്തനം ഉണ്ടാവുമോ? ഞാൻ മത്സരിക്കുന്ന വാർഡിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിലൊരു രക്ഷാപ്രവർത്തനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഞാൻ മത്സരിക്കുന്നത് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ മാട്ടൂൽ നോർത്ത് ഡിവിഷനിലേക്കാണ്. ആ മാട്ടൂൽ നോർത്ത് ഡിവിഷനിൽ 9 വാർഡുകളാണ് വരുന്നത്. ആ 9 വാർഡുകളിൽ 4 എണ്ണം മാടായി പഞ്ചായത്തിലും 5 എണ്ണം മാട്ടൂൽ പഞ്ചായത്തിലാണ്. ഈ 2 പഞ്ചായത്തുകളും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് വരാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്ന ഡിവിഷനിലേക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഏതായാലും സുധീഷ് മത്സരിക്കുന്ന ഡിവിഷൻ UDFനെ സംബന്ധിച്ച് പ്രതീക്ഷയുള്ളതാണ്. പക്ഷേ എനിക്കൊന്ന് മഹിത മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പുതിയതാണല്ലേ, പുതിയ വാർഡാണ്. സ്വാഭാവികമായിട്ട് ആ പുതിയ വാർഡ് എന്ന് പറയുന്നത് നേരത്തെ UDFന് മേൽക്കൈയുണ്ടായിരുന്ന 2 ഡിവിഷനുകൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. പക്ഷേ അതിനേക്കാളും ഇപ്പോൾ CPMന് കൂടി സ്വാധീനമുള്ള മേഖലയാണ്. എങ്ങനെയാണ് അവിടുത്തെ പ്രതീക്ഷ മഹിത? അവിടുത്തെ പ്രതീക്ഷ മാതമംഗലം ഡിവിഷനാണ്. നമ്മുടെ UDFന് മുൻതൂക്കമുള്ളത് രണ്ട് ബ്ലോക്കുകളാണ്. ഒന്ന് ആലക്കോടും തേർത്തല്ലി. ബാക്കിയെല്ലാം LDFന് മുൻതൂക്കം വരുന്ന ബ്ലോക്കുകളാണ്. അപ്പം പോയ സമയത്ത് എല്ലാവരുടെ അടുത്തും നല്ല ഒരു അഭിപ്രായമാണ്. അതിൽ എനിക്ക് പ്രതീക്ഷ ഉള്ളത് ഈ 2 ബ്ലോക്കിൽ നിന്നാണ് എനിക്ക് വോട്ടുകൾ വരേണ്ടത്. ബാക്കി കാങ്കോല് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എരമംകുറ്റിയൂർ പഞ്ചായത്തും അവർ ഭരിക്കുന്നതാണ്. അപ്പം അവിടെയൊക്കെ രക്ഷാപ്രവർത്തനം ചിലപ്പോൾ വേണ്ടി വരും. എങ്ങനെയാണ് രാഹുലിനത് എന്ന് പറയുന്നത് ചെറുകുന്നാണ്. അവിടെ CPMൻ്റെ ഒരു ഉരുക്കുകോട്ട എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെ 2ാം വാർഡിലാണ്. അവിടെ പക്ഷേങ്കിൽ രാഹുലിന് ഒരു അനുകൂല ഘടകമായിട്ട് എനിക്ക് തോന്നുന്നത് അവിടെ CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി തന്നെ വിമതമായി മത്സരിക്കുന്നുണ്ടല്ലേ? അവിടെ ഇപ്പോൾ നിലവിൽ CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി അവരോടുള്ള വിരോധം, സ്ഥാനാർത്ഥിയോടുള്ള വിരോധവും അവിടുത്തെ അഴിമതിക്കെതിരെയൊക്കെ തുറന്നു കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി, കാരണം അയാൾ വേറൊരു വാർഡിൽ നിന്ന് മത്സരിക്കുന്നതാണ്, അദ്ദേഹത്തിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി അവിടെ വന്നിട്ട് മത്സരിക്കുന്നുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് കഴിഞ്ഞ 2019 ഉണ്ണിത്താൻ മത്സരിക്കുമ്പോൾ ആദ്യത്തെ മത്സരത്തിൽ അന്ന് ഒരാളായിരുന്നു ഞാൻ. അതിൻ്റെ കേസ് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വിളിച്ച് കോടതിയിൽ പ്രതികളടക്കം ഹാജരായതേ ഉള്ളൂ. അതിനെക്കാട്ടിയും രൂക്ഷമായ രീതി, കാരണം മത്സരം നല്ലൊരു ടൈറ്റായിട്ടുള്ളൊരു മത്സരമാണ്. നല്ല രീതിയിൽ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ പ്രവർത്തനങ്ങൾ CPMനെ ഒരു പഴയ രീതിയിലേക്ക് ഇനി മാറും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അവിടെ ഒരു രക്ഷാപ്രവർത്തനം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇനി എന്ത് വന്നാലും ആ ഒരു വാർഡ് പിടിച്ചെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പാർട്ടി എന്നെ അവിടെ സ്ഥാനാർത്ഥിത്വം നൽകിയത്. അത് ഞാൻ പൂർണ്ണമായും ഇപ്പോൾ ഈ ഒരു സമയം വരെ ഞാൻ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ബാക്കി വിധി എഴുതേണ്ടത് ജനങ്ങളാണ്. അതും പൂർണ്ണമായും ജനങ്ങളിൽ വിശ്വാസമുണ്ട്. ഈ രാഹുൽ അവിടെ കല്യാശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും കൂടിയാണല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് എങ്ങനെയാണ് മറ്റ് പാർട്ടികളിൽ നിന്നൊക്കെ എതിർപ്പുകളാണോ പൊതുവെ ഉണ്ടാകുന്നതല്ല? ഇപ്പോൾ ആ ഒരു അന്തരീക്ഷമൊക്കെ മാറി വരുന്നുണ്ടോ? ഏറെക്കുറെ പഴയ കാലാവസ്ഥ അന്വേഷിച്ച് ഇപ്പം അപേക്ഷിച്ച് മാറിയിട്ടുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ നമുക്കൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. ഞാനൊക്കെ മുമ്പ് ബൂത്തിലേക്ക് പോകുമ്പം വരെ അവിടുന്ന് ഓടിക്കുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ കുറേ മാറി. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മത്സരം ഒരു നല്ലൊരു മത്സരമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അവരെങ്ങനെ അത് കൈയടക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് മാറും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വീണ്ടും പഴയ രീതിയിലേക്ക് പോകാൻ കൂടുതൽ ചാൻസ് കാണുന്നുണ്ട്. ബാക്കി രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വെച്ചാൽ ഇപ്പോൾ പഴയ പോലെയല്ല. ഇപ്പോൾ ഏകദേശം എല്ലാവരും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനമായാലും രാഷ്ട്രീയ സേവനങ്ങളായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. രാഹുൽ എന്താ ജോലി? ഞാൻ മെഡിക്കൽ ലാബ് ഉണ്ട് മാട്ടൂർ. അതുമായിട്ട്, അതായത് രാഷ്ട്രീയം മാത്രമല്ല, ഉപജീവനത്തിനായിട്ട് മറ്റു മാർഗ്ഗങ്ങൾ, മറ്റ് ബിസിനസ് ഉണ്ട്. മഹിത, ഇനിയിപ്പം മാതമംഗലം ഡിവിഷനാണ്, പുതിയ ഡിവിഷനാണ്.
സ്വാഭാവികമായിട്ട് ഇത്തവണ ഒരു ഫൈറ്റ് തന്നെ ഉണ്ടാകുന്നു. ശക്തമായ ഫൈറ്റാണല്ലേ? ശക്തമായ ഫൈറ്റിംഗ് തന്നെയാണ്. കാരണം എന്തായാലും 50-50 എന്നുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ ഞാൻ വീടുകൾ ഏറെക്കുറെ വീടുകൾ ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നല്ലൊരു പ്രതികരണമാണ് വന്നത്. കാരണം മാറ്റം വേണം, മാറ്റം എൻ്റെ വോട്ടർമാരുടെ മനസ്സിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രമാത്രം വോട്ടായിട്ട് വരുന്നുള്ളത് നമുക്ക് CPM-മാരൊക്കെ അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമായിരിക്കും അല്ലേ? പ്രതീക്ഷിക്കുന്നു ആയിരിക്കാം. കാരണം അവർക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, കേരളത്തിലെ അവസ്ഥ, ഭരണത്തിൻ്റെ അവസ്ഥ ഒക്കെ അറിയുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് നമുക്കൊന്നും പറയേണ്ട, പക്ഷെ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതിൽ നിന്നൊരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വോട്ടായി മാറുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മഹിത വലിയ കോൺഫിഡൻസിലാണ്. പക്ഷേ സുധീഷിനോട് അധികം ചോദിക്കേണ്ട. സുധീഷ് ഒരു UDF-ൻ്റെ ഉറച്ച കോട്ടയിലാണ് നിൽക്കുന്നത്. സുധീഷേ, ഇങ്ങനെ പാർട്ടി ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോൾ എന്ത് തോന്നി സുധീഷിന്? പാർട്ടി എന്നിലർപ്പിച്ച വിശ്വാസവും ഉത്തരവാദിത്വവും 100% പുലർത്തുന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് കുടുംബസംഗമങ്ങളിലൊക്കെ പറഞ്ഞ കാര്യമുണ്ട്. കല്യാശ്ശേരി നിയോജകമണ്ഡലം എന്ന് പുറത്തെല്ലാവരും കേൾക്കുമ്പോൾ എപ്പോഴും പറയുന്നത് CPM-ൻ്റെ കോട്ടക്കുത്തളമായ ഒരു നിയോജകമണ്ഡലമായിട്ടാണ് കല്യാശ്ശേരി എന്നും കാണുന്നത്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തെ നമ്മുടെ സംഘടനാപരമായ പ്രവർത്തനം എടുത്താലും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനം എടുത്താലും UDYF-ൻ്റെ ഒക്കെ പ്രവർത്തനം എടുത്തു കഴിഞ്ഞാൽ കല്യാശ്ശേരി നിയോജകമണ്ഡലത്തിലെ പല ക്യാമ്പസുകളിലും ഇന്ന് KUC MSF സഖ്യം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അവിടുത്തെ യുവജന സംഘടന വളരെ ശക്തമാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ കൊണ്ട അടിയൊന്നും വേസ്റ്റ് ആയിട്ടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ നവകേരള സദസ്സിൻ്റെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് കേരള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഫസ്റ്റ് കേരള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമരം നടന്ന സ്ഥലം മാടായിപ്പാറയാണ്. അതും നമ്മുടെ നിയോജകമണ്ഡലത്തിൻ്റെ അകത്താണ്. ആ സമയത്തേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സമരമുഖങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരാൾ കൂടിയാണ്. പാർലമെൻറ്റ് ഇലക്ഷനിൽ പോലും വെറും 1700 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ കല്യാശ്ശേരി നിയോജകമണ്ഡലത്തിൻ്റെ അകത്ത് മൊത്തത്തിൽ CPM-കാർക്കുള്ളൂ. ആ ഒരു ഭൂരിപക്ഷം ഈ പഞ്ചായത്ത് ഇലക്ഷനോടുകൂടി പൊട്ടിക്കാൻ പറ്റുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 പഞ്ചായത്തിലെങ്കിലും ഭരണത്തിലെത്താൻ പറ്റുന്നില്ല ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും അതിനൊക്കെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കല്യാശ്ശേരി നിയോജകമണ്ഡലത്തിൻ്റെ അകത്ത് ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുമ്പോൾ പാർട്ടി A ക്ലാസ് മണ്ഡലമായിട്ട് കല്യാശ്ശേരി മാറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നമുക്കില്ല. 3 പേരും ജയിൽവാസം അനുഭവിച്ചവരല്ലേ? ഉണ്ട്. ഇല്ല, അത് മഹിത മാത്രമാണ് ഇതിലെ ജയിൽവാസം. എങ്ങനെ ഉണ്ടായിരുന്നു ജയിലനുഭവം? വനിതാ നേതാക്കൾ കുറവാണ് നമ്മൾ 5 പേരുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിനെ അയോഗ്യനാക്കി ആ സമയത്ത് പ്രതിഷേധം നടത്തി അങ്ങനെയാണ് റിമാൻഡിൽ കഴിയേണ്ടി വന്നത്. കുഴപ്പമില്ല, നല്ലൊരു പുതിയൊരു അനുഭവം. എന്താണ് ഭക്ഷണമൊക്കെ അടിപൊളിയാണോ ഇപ്പൊ ജയിലില്? നല്ല ഭക്ഷണങ്ങളാ ഇപ്പൊ അവിടെ. മീനും ചിക്കനും മട്ടൻ അങ്ങനെയൊക്കെ നല്ല ഭക്ഷണങ്ങളാ, കുഴപ്പമൊന്നുമില്ല. സാധാരണക്കാർക്കാണ് നല്ല ഭക്ഷണം കിട്ടാത്തത്. അങ്ങനെ ജയിൽവാസമൊക്കെ അനുഭവിച്ച ആളാണ് മഹിത. മാത്രമല്ല ഇവർ 3 പേരും രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ഒക്കെ വളരെ കേരളം മുഴുവൻ അറിയപ്പെട്ട 3 പേരാണ്. അവരിനി ജനപ്രതിനിധികളാവാൻ മത്സരിക്കുകയാണ്. അവരുടെ ആഗ്രഹം സഫലമാകുമായിരിക്കും. അതിനായി നമുക്ക് ഡിസംബർ 13 വരെ കാത്തിരിക്കാം. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.